चूप तेरा मस्ताना प्यार मेरा दीवाना दीवाना यारो എടാ ശിങ്ക നീ വെള്ളം കൊണ്ടുവച്ചു അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ തുണിയില്ലാതെ എങ്ങനെ കഴിവേ കാറ് തുടക്കിയ ഇത് എവിടുന്ന് കിട്ടി? നീ മിടുക്കനാണല്ലോ. ഇതുകൊണ്ട് വണ്ടി ഉടച്ച വണ്ടിക്ക് രോമാഞ്ചം ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ തുണി കൊണ്ടാണ് കാറ് തുടയ്ക്കുന്നത്. നിങ്ങളുടെ തുണിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. തുണി ഇറങ്ങണ താഴെ. ഇറങ്ങാനോ? ഇറങ്ങൂലടി താഴെ. നോക്ക്, എന്നോടധികം കളിക്കുന്നത് ആരുടെ വണ്ടി അറിയോ? സബ് ഇൻസ്പെക്ടർ വണ്ടിയാ. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ. ചേട്ടാ, ചേട്ടോ, ആര്? രാമേന്ദ്രൻ. എനിക്ക് എഴുത്തല്ലോ. ഉണ്ടല്ലോ. നിനക്ക് രാമൻകുട്ടി എന്ന കള്ളപ്പേരിൽ എത്ര കാലം അവിടെ ജീവിക്കാൻ കഴിയും? നിന്നെ കാണാൻ എനിക്കറിയായ ആഗ്രഹം. എപ്പോഴാണ് തമ്മിൽ കാണാൻ കഴിയുമെന്ന് അറിയിക്കുക. ചേട്ടാ, ഇന്നു മുതൽ രാമൻകുട്ടി എന്നോ രാമേന്ദ്രൻ എന്നോ അന്വേഷിച്ച് ആര് വന്നാലും ഇവിടെ അങ്ങ് ഡാളിയില്ലെന്ന് പറയണം. അതെന്താ? ഈയിടെ ഞാനൊരു ഭയങ്കര കൃത്യം ചെയ്തിട്ടുണ്ട്. പോലീസ് എന്നെ ഏത് സമയത്ത് പിടികൂടും. ആട്ടെ, എഴുത്തു വലുതും വന്നാലോ? എല്ലാം മടക്കി അയച്ചേക്കണം. രാമടി, നീ എങ്ങോട്ട് പോവാ? ഏയ്, ചുമ്മാ ഒന്ന് ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ നടന്നു വിട്ടണ്ട. വാ, വണ്ടി കയറി. കൃഷ്ണ, വണ്ടി കൊണ്ടെടുത്ത്. നിർത്ത. എന്ത് പറ്റി അമ്മേ? നമ്മുടെ പുള്ളി എങ്ങനെയുണ്ട്? പുള്ളിയെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഏത് പുള്ളിയെ? എവരുടെ വീട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അമ്മണിമ്മ വീട്ടിലേക്കല്ലേ? ഞങ്ങളുണ്ട് നാക്കിര. എന്താ വിഷയം? പിന്നെന്താ, വരും. ഇതാ സംസാരിക്കാം. കൂട്ടുകാരനെ ഒന്ന് കണ്ടാൽ ഞങ്ങൾ ഉടനെ വെക്കൊള്ളാം. കൂട്ടുകാരന്റെ കയ്യിൽ തന്നെ ചായ കൊടുത്തയക്കാം. ഗിരീഷ്, കൃഷ്ണ,
ഞാൻ കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ, ആ അതൊരു പെണ്ണ. പെണ്ണും ഇവിടെ? ആ ഓഹോ, നിനക്ക് ആ ഏർപ്പാടും ഉണ്ട്. ഛെ, നീ വിചാരിക്കുന്നതൊന്നുമില്ല. പിന്നെ നീ സമാധാനപ്പെട, ഞാൻ എല്ലാം തുറന്നു പറയാം. നീ ഒന്നും തുറന്നു പറയണ്ട. നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അയ്യോ, പോലീസ് റെയ്ഡിന് വന്നിരിക്കുന്നു. നിങ്ങൾ ഈ പുറകെ കൂടെ പറ്റൂ. വാകൃഷ്ണ, നമ്മളെന്തിന് പോലീസിനെ ഭയപ്പെടുന്നു? നമുക്കിവിടെ ഇരിക്കാം. ഞാൻ പിന്നെ പറയാമെന്ന്. വാ, ഞാൻ പറയുന്നത് കേൾക്ക്. എടാ, നീ പറയുന്ന ശേഖരൻ എന്റെ ആളാണ്. എന്നാൽ അവന്റെ അഡ്രസ്സിലാണ് ഈ രാമൻകുട്ടി എന്ന് പറയുന്ന രാമചന്ദ്രൻ എഴുത്തുകൾ വരുന്നത്. എല്ലാ രഹസ്യവും ആ പുള്ളിയെ പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാ നീ ചെന്ന് ആ ശേഖരനോട് ഞാൻ വിളിക്കുന്നെന്ന് പറ. ആ നിമിഷം അവനിവിടെ വരും. മുതലാളിക്ക് വേണ്ടി എന്തെല്ലാം കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. എന്നെ വിളിക്കുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശേഖര, നീ ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രാമൻകുട്ടി ആരാണെന്ന് എനിക്കറിയാം. രാമൻകുട്ടി? അങ്ങനെ ഒരാളെ എനിക്കറിയില്ല മുതലാളി. ഞാനവനെ തന്റെ വിധി വെക്കേണ്ടതല്ലേ? ദാസപ്പൻ ആള് തെറ്റിയതായിരിക്കും. എന്നെ തന്റെ മാറിപ്പോയെന്ന് പറയാൻ തിരക്കില്ല. രാമൻകുട്ടിയെ തന്നെയാണ് ഞാൻ തന്റെ വിധി വെച്ച് കണ്ടത്. സത്യം പറ. ഞാൻ നീ എന്റെ ആളാണ്. പറ, നീ അവനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനിയും തരാം. ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. അവനുള്ള കത്തുകൾ വരുന്നത് എന്റെ വീട്ടിലാണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവന്റെ അമ്മാവന്റെ അഡ്രസ് ഞാൻ തരാം. ശരി. അല്ല ഗീതേ, നിന്റെ ഈ ആങ്ങളയ്ക്ക് ഒരു പെണ്ണുമായി ചെറിയ ബന്ധമുണ്ട് കേട്ടോ. സത്യമാണോ ചേട്ടാ? എവന്റെ തലയ്ക്ക് വട്ടാകിയത്. ഇതൊരു അടവാണ് കേട്ടോ. ഞാൻ എത്ര ചോദിച്ചിട്ടും വിട്ടു പറയുന്നില്ല. നീ ഒന്ന് ചോദിച്ചു നോക്ക്. ചേട്ടാ, ആരാ? നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിയുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ എല്ലാം തുറന്നു പറയാം. നീയും ഗീതയും തമ്മിൽ സ്നേഹത്തിലായിട്ട് എത്രയോ കാലമായി. എന്താ നിങ്ങളുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നു? എനിക്ക് ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം സാധിക്കാനുണ്ട്. അതുവരെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താണെന്ന് പറയൂ, ഞാൻ സാധിച്ചുതരാം. നടക്കില്ല. അത് ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. കാര്യമെന്ന് പറഞ്ഞാലല്ലേ സാധിക്കുമെന്ന് പറയാനും. നടക്കുന്നതിന് മുമ്പ് അത് പറയാൻ വയ്യ. അപ്പോൾ ഗീത ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ഒരുപക്ഷെ ജീവിതം മുഴുവനും കാത്തിരിക്കേണ്ടി വരും. നീ എന്താ ഈ പറയുന്നത്? സത്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്ന് ഞങ്ങളുടെ വിവാഹം നടന്നില്ലെന്നും വരും. കൃഷ്ണ, ഇനി എന്നോടൊന്നും ചോദിക്കരുത്. കരയാതെ മോളെ. അവൻ ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുരുന്നിലേ നുള്ളി കളയേണ്ടതായിരുന്നു. അമ്മേ, എന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് നുള്ളി എറിയാവുന്ന ഒരു ബന്ധമല്ല കൃഷ്ണേട്ടനുമായി എനിക്കുള്ളത്. അത് അവൻ കൂടി മനസ്സിലാക്കണ്ടേ മോളെ? ഞാൻ നിന്റെ അമ്മയാണ്. കണ്ണില്ലാത്ത ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കും. മോനെ, ഞങ്ങൾ ആരോരുമില്ലാത്തവരാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ഇനി ഇവിടെ അറിയാത്തവരാരുമില്ല. നീ കൈയൊഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇവളെ ആരും ഏറ്റെടുക്കില്ല. ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, നിനക്ക് ഇവളെ വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇവളെയും കൂട്ടി നാട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളാം. മരിച്ചാലും ജീവിച്ചാലും മാനക്കേട് ആരും അറിയില്ല. എന്റെ മനസ്സിലെത്തി അമ്മയ്ക്കറിയില്ല. ഞങ്ങളുടെ വിവാഹത്തിന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ നാട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എന്റെ അച്ഛനെ കൊന്നിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആരാ മനെ കൊന്നത്? അവനെ കണ്ടുപിടിക്കാനാണെന്ന് ഞാൻ അലയുന്നത്. അവൻ എന്റെ പെങ്ങളെയും കടത്തിക്കൊണ്ടു. ആരാന്നറിയില്ലേ? എന്റെ അച്ഛന്റെ കമ്പനിയിൽ കാഷ്യറായിരുന്ന ഒരു രാമചന്ദ്രൻ. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. എന്റെ പെങ്ങളെ കണ്ടുപിടിക്കണം. ഈ അവസ്ഥയിൽ മോനെ, സത്യമറിയാതെ ഞാൻ തെറ്റിദ്ധരിച്ചു. ചേട്ടൻ വിഷമിക്കാതിരിക്കൂ. ഒരു ജീവിതകാലം മുഴുവൻ ചേട്ടന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്.